ആദർശിന്റെയും നയനയുടെയും മറ്റൊരു സ്റ്റോറിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ അനാമികനെ നന്ദു അടിച്ച് കാര്യം പറഞ്ഞിട്ട് വീട്ടില് അനാമിക പിണങ്ങിപ്പോയിരിക്കാണ്. അങ്ങനെ പോയിട്ട് അനീനെ ദേവയാനി കുറെ ഉപദേശിക്കുന്നതൊക്കെ ഉണ്ട് കേട്ടോ. അതിനൊക്കെ ശേഷവും അനാമിക വരാൻ കൂട്ടാക്കുന്നില്ല. അനാമികനെ ദേവയാനി കോള് ചെയ്യുന്നുണ്ട്. എന്താ മോളെന്താ ഇങ്ങോട്ടേക്ക് വരാത്തെ? വല്യമ്മയും എൻ്റെ അമ്മയും എല്ലാവരും എന്നെ വിളിച്ചു, പക്ഷെങ്കില് എൻ്റെ ഭർത്താവ് മാത്രം എന്നെ വിളിച്ചില്ല. അവളെന്നെ തള്ളിയിട്ട് പൊതിരെ തല്ലിയപ്പം ചവിട്ടിയപ്പോഴും എൻ്റെ ഭർത്താവ് അതെല്ലാം നോക്കി രസിക്കായിരുന്നു. ഒന്നുമില്ലെങ്കിലും എൻ്റെ കാര്യത്തിൽ താലി കിട്ടാനല്ല അവനിങ്ങനെ നോക്കി രസിക്കാവോ? അപ്പോഴേ അവളെ പിടിച്ചു മാറ്റണ്ടേ? പക്ഷെങ്കിൽ അതൊന്നും അവൻ ചെയ്തില്ല. എന്നിട്ടും അവളുമാർക്ക് അവൻ സപ്പോർട്ട്. പിന്നെ ഞാൻ എന്തിനാ അങ്ങോട്ടേക്ക് വരുന്നേ? അങ്ങനെയൊന്നും പറയില്ല. മോളിപ്പം ഇവിടുന്ന് മാറിയാൽ അതും അവളുമാർക്കൊരു വശമാവില്ലേ? എങ്കിൽ പിന്നെ അവളുമാര് ഒരിക്കലും പിന്നെ അവനെ ഇങ്ങോട്ടേക്ക് വിടാത്ത രീതിയിലാക്കും. അതുകൊണ്ട് എൻ്റെ മോൾ ഇങ്ങോട്ട് തിരികെ വരണം എന്നൊക്കെ പറയുന്നുണ്ട്. ഇല്ല, അവളുമാരോട് മാപ്പ് പറയാതെ ഞാൻ വരില്ല എന്നൊക്കെ പറയുന്നുണ്ട്. ജാനകി ദേവേനോട് പറയാണ്, ചേച്ചി എന്ത് ചെയ്യാനാ, അവള് ഒറ്റ മോളായി പോയി. അവളുടെ അമ്മയച്ഛനൊക്കെ ഭയങ്കര ബഹളമായിരുന്നു. അവര് കേസ് കൊടുക്കാൻ പോവാന്നൊക്കെ പറഞ്ഞത്. ദേവേന് പറയാണ്, നിങ്ങൾ എന്തായാലും ചെയ്ത് ശരിയായില്ല, എന്തിനാ പോയി നയനെ തള്ളിയിടാനൊക്കെ പോയത്? കേസ് കൊടുത്താലും രണ്ട് കൂട്ടുന്ന ഭാഗത്ത് ഇങ്ങനെ പ്രശ്നം ഉണ്ടാകുമ്പോളേ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. എങ്കിലും അവരുടെ കാശിന്റെ ബലം കൊണ്ട് അവരെന്തെങ്കിലുമൊക്കെ ചെയ്യും. ചേച്ചി നീ എന്താ കരുതിയത്? ഇവിടെ നമ്മുടെ അച്ഛന്റെയും ആദർശിന്റെയും കയ്യിലത്തെ കാശാണോ ആ അനാമികയുടെ വീട്ടുകാരുടെ കയ്യിലുള്ളത്? ഇവര് അതിലും കൂടുതൽ കാശിറക്കി അനാമികയുടെ അച്ഛനമ്മയും അനാമികനെ ജയിലിലേക്കാ നോക്കിയാൽ മതി എന്നൊക്കെ പറയുന്നുണ്ട്. ചേച്ചി എന്തായാലും ആ നായനെ പോയി ഒന്ന് കാണണം. ഞാൻ അവളെ കാണാൻ പോകാനോ ഒരിക്കലുമില്ല. അല്ല ചേച്ചി ഒന്ന് പോയി കാണണം. അവളെ രണ്ട് വർത്താനം പറയണം. ഇനി മേലൽ ഇങ്ങോട്ടേക്ക് വന്നേക്കരുതെന്ന് പറയണം. ചേച്ചി പോവാണെങ്കിലേ അത് നടക്കുള്ളൂ. ഇപ്പോഴാണെങ്കിൽ ഇവിടെ ജയേട്ടനും ആദർശും ഒന്നുമില്ലാത്ത സമയമാണല്ലോ. മുത്തശ്ശനോട് എന്തെങ്കിലും പറഞ്ഞിട്ട് അങ്ങ് പോയാൽ മതി എന്ന് പറയുന്നുണ്ട്. നിനക്ക് വേണ്ടി ഞാൻ പോകാം. എനിക്ക് അവളുടെ വീട്ടിൽ കാണുന്ന ഇഷ്ടമില്ല, വീട്ടുമാരുടെ അടുത്ത് പോകുന്ന ഇഷ്ടമില്ല. ചേച്ചി കാണണം. നല്ല പുരാതന കാലത്തെ നാലുകെട്ട് പോലുള്ള വലിയൊരു തറവാടത്. നല്ല രസമാണ് ആ വീടൊക്കെ കാണാനൊക്കെ. എത്ര കോടി രൂപ ഇപ്പൊ വിലമതിക്കുമെന്ന് അറിയാവോ എന്നൊക്കെ ചോദിക്കാണ്. ആദർശനും അച്ഛനും അമ്മയ്ക്കൊക്കെ എന്താ പറ്റിയേ? എന്തിനാ അവളുമാർക്ക് വേണ്ടി ഇങ്ങനെ കാശ് മുടക്കുന്നേ എന്നൊക്കെ ദേവയാനി ചോദിക്കുന്നുണ്ട്. അങ്ങനെ ഇവരെല്ലാവരും മുത്തശ്ശനോട് പോയിട്ട് പറയുന്നുണ്ട് അമ്പലം വരെ ഒന്ന് പോണോന്ന് പറയാൻ കേട്ടോ. അങ്ങനെ ദേവയാനിയും ജാനകിയും കൂടിയിട്ട് നന്ദാവനത്തിലേക്ക് പോകുന്നുണ്ട്. അവളുമാരെ ഇന്ന് കണക്കിന് കൊടുക്കണം ചേച്ചി എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. ഈ ഒരു സമയത്ത് നയനയാണെങ്കിൽ സുഖമില്ലാതെ അകത്തോടിങ്ങനെ നമ്മുടെ നന്ദു പിടിച്ചോണ്ട് നടക്കുമായിരിക്കും. ഇവര് വന്ന് വണ്ടി ഇറങ്ങുന്നവർക്ക് അറിയുന്നില്ല കേട്ടോ. ഹാളിൽ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും പിടിച്ച് നടത്തുകയാണ് കേട്ടോ നന്ദു. കയറി വന്ന പാടെ ദേവ്യാനി ചോദിക്കാണ്, അല്ല ഇവക്കിത് എന്ത് പറ്റി? ഇവളെന്താ ഇങ്ങനെ നടക്കുന്നേ? രക്തക്കുറവാണെന്ന് പറഞ്ഞ് ഇങ്ങനെ എന്തെങ്കിലും ഉണ്ടോ ആർക്കെങ്കിലും? ആർക്കും അങ്ങനെ പ്രശ്നവും കാണില്ല. ഇവിടെ വന്നാലും അവള് സാരിയെ കൊടുത്തോണ്ടല്ലേ നിക്കാറ്. പിന്നെ ഇവളെന്ത് പറ്റി നൈറ്റ് ഇട്ടോണ്ട് നിക്കണേ എന്നൊക്കെ ദേവ്യാനി ചോദിക്കാണ്. ജാനകി പറയുന്നുണ്ട്, അതാ ചേച്ചി എനിക്ക് മനസ്സിലാവാത്തെ, അവക്ക് എന്തോ പ്രശ്നമുണ്ട്. അതാ അച്ഛനും അമ്മയും ആദർശും അനിയൊക്കെ കൂടെ കാണാൻ വരുന്നത്. എന്തോ ആയുർവേദ മരുന്നുകൾ വാങ്ങിച്ചുകൊണ്ട് വരുന്നത് കണ്ടു. ഞങ്ങൾ കഴിഞ്ഞ തവണ വന്നപ്പോഴും നന്ദു അവളെ പിടിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. തള്ളി താഴിട്ടപ്പോ വയറും പൊത്തി പിടിച്ചാ അവള് കരഞ്ഞത്. എന്തോ പ്രശ്നമുണ്ട് ചേച്ചി എന്നൊക്കെ ജാനകി പറയുന്നുണ്ട്. അങ്ങനെ ദേവയാനിയും ജാനകിയും മറിഞ്ഞവിടെ നിൽക്കുകയാണ് കേട്ടോ. ഈ സമയത്ത് നന്ദു പറയാണ്, ചേച്ചി ഈ അവസ്ഥയിൽ ചേച്ചിനെ അങ്ങോട്ടേക്ക് പോകണ്ട. എന്തായാലും ആദർശിന്റെ അമ്മ വിളിക്കാതെ ചേച്ചി പോവില്ലെന്ന് പറഞ്ഞ് നന്നായി. നയനെ പറയുന്നുണ്ട്, അങ്ങനെ അമ്മ വിളിക്കണമെന്നുണ്ടെങ്കിൽ ഈ ജീവിതകാലം മുഴുവനും ഞാൻ ഇവിടെ തന്നെ താമസിക്കേണ്ടി വരും. അതുകൊണ്ട് ഞാൻ ഇനി എങ്ങനെ അങ്ങോട്ട് പോകുന്ന ആലോചിക്കാം. ചേച്ചി വയ്യാഴിയൊക്കെ ഒന്ന് മാറട്ടെ. അവിടെ പോയാലും ജോലി ചെയ്യണ്ടേ? ഈ അവസ്ഥയിൽ അവിടെ പോയി ജോലി ചെയ്യണമെന്ന് പറ്റില്ലല്ലോ. അതുകൊണ്ട് എല്ലാം ഒന്ന് കലങ്ങി തെളിയട്ടെ. ആദർശത്തിന്റെ അമ്മ ചേച്ചി വിളിക്കുമെന്ന് പ്രതീക്ഷിക്കാം, എന്നിട്ട് പോയാൽ മതി എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോഴേക്കും ആയിരിക്കും നന്ദു ഇവർ രണ്ടുപേരെയും കാണുന്നത്. രണ്ടുപേരും പെട്ടെന്ന് അകത്തേക്ക് കയറി ചെല്ലാണ്. അപ്പോഴേക്കും നായന ആ അമ്മയോ ഇരിക്കമ്മേ എന്ന് പറയുന്നുണ്ട്. ജാനകി, ഇന്നലെ നീ ഇങ്ങനൊന്നും അല്ലല്ലോ പറഞ്ഞത്, പിന്നെന്തിനാടി നീ ഇപ്പൊ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്? നിന്റെ അമ്മായിമ്മയെ കാണിക്കാനാണോ എന്ന് ജാനകി ചോദിക്കുമ്പം നായന ഒന്നും പറയുന്നില്ല കേട്ടോ. നന്ദു പറയാണ്, അത് പിന്നെ ഇങ്ങോട്ടേക്ക് കയറി വന്ന് സുഖമില്ലാത്ത എന്നെ ചേച്ചിയെ പിടിച്ച് തള്ളുമ്പോ ഞാൻ നോക്കി നിൽക്കോ? പറ, നിങ്ങളാണെങ്കിലും നോക്കി നിൽക്കോ എന്ന് ചോദിക്കാണ്. ദേവേനെ ചോദിക്കുന്നുണ്ട്, അല്ല ഇവക്കെന്താ അസുഖം, ഇവക്കെന്താ പ്രശ്നം എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോഴേക്കും നന്ദു നയനെ പരസ്പരം മുഖത്തോടെ നോക്കുന്നുണ്ട്. ഒരക്ഷരം പോലും തിരിച്ചു മിണ്ടുന്നില്ല കേട്ടോ. എന്താ പറ്റിയെന്ന് ദേവേനെ ചോദിക്കാണ്. അത് പിന്നെ ഒന്നുമില്ലമ്മേ എന്ന് പറയുന്നുണ്ട്. അല്ല നിനക്കെന്തോ പ്രശ്നമുണ്ടെന്ന് ഇപ്പൊ സംസാരിക്കുന്നത് കേട്ടല്ലോ. അത് മാത്രമല്ല നീ വരാനും കൂട്ടാക്കുന്നില്ല, നിന്നെ നന്ദു പിടിച്ചോണ്ട് നടത്തുന്നു, എന്താ കാര്യം എന്ന് ചോദിക്കാണ്. നയന പെട്ടെന്ന് പറയുന്നുണ്ട്, അത് പിന്നെ കാൽസ്യം കുറവാമേ.
ജാനകി പറയുന്നുണ്ട്, ഇന്നലെ ചോദിച്ചപ്പോ ബ്ലഡ് കുറവാണെന്നാണല്ലോ പറഞ്ഞത്. അതെ, ബ്ലഡും കാൽസ്യവും അങ്ങനെ ആവശ്യമുള്ളതൊക്കെ കുറവാ, അതുകൊണ്ടാ ഈ ഒരു അവസ്ഥ എന്നൊക്കെ പറയുന്നുണ്ട്. അല്ല, നീ എന്തിനാ ഈ വയറ് പൊത്തിപ്പിടിച്ച് നടക്കുന്നേ? അത് പിന്നെ വയറിന് നല്ല വേദന ഉണ്ടമേ, അതുകൊണ്ടാ എന്നൊക്കെ പറയുന്നുണ്ട്. അമ്മ ഇരിക്കെ, ചായ എടുക്കാന്ന് പറഞ്ഞപ്പോ വേണ്ട വേണ്ട, ഞാനൊരു കാര്യം സംസാരിക്കാൻ വേണ്ടി വന്നതാ. ഇന്നലെ ദാ നിന്റെ അനിയത്തി അനാമികനെ എടുത്തിട്ട് അടിച്ചല്ലോ. ആ ഒരു പ്രശ്നം പറഞ്ഞ് അവൾ അവളുടെ വീട്ടിലേക്ക് പോയി. അവളിനെ തിരികെ വരില്ലെന്ന് പറഞ്ഞിരിക്കുക. ഒന്നെങ്കിൽ നന്ദു പോയി ഒന്നെങ്കിൽ അനു പോയി വിളിക്കണം, അല്ലെങ്കിൽ നിങ്ങൾ മാപ്പ് പറയണമെന്ന് അവൾ പറയുന്നേ. നന്ദു പറയുന്നുണ്ട്, അനി വിളിക്കോ വിളിക്കാതിരിക്കോ അവര് ഭാര്യയും ഭർത്താവോ, അതൊക്കെ അവരിഷ്ടം. പക്ഷെ ഞങ്ങളോടൊന്ന് മാപ്പ് പറയാൻ നിങ്ങൾക്ക് എങ്ങനെ ധൈര്യം വന്നു? ഒരിക്കലും അത് സംഭവിക്കാൻ പോകുന്നില്ല എന്ന് പറയുന്നുണ്ട്. ദേവേനെ പറയുന്നുണ്ട്, ഇത് എന്റെ മോൻ നിങ്ങൾക്ക് എടുത്തുന്ന വീടാണല്ലോ, ഇവിടെ കിടന്നിട്ടാണല്ലോ നിങ്ങൾ അഹങ്കരിക്കുന്ന ചോദിക്കുമ്പോ നന്ദു പറയുന്നുണ്ട്, അതെ, ഞങ്ങൾ ആരോടും നിർബന്ധിച്ചില്ല ഞങ്ങൾക്ക് വീട് വേണമെന്ന്. ആദർശനം തന്നെ വീടെടുത്തിട്ട് ഞങ്ങൾ ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നതാ, അതും ചേച്ചിക്ക് ഇൻഫെക്ഷൻ ഒന്നും ഉണ്ടാവാതിരിക്കാൻ. പെട്ടെന്നാണ് നന്ദു ഇൻഫെക്ഷന്റെ കാര്യം അറിയാതെ പറഞ്ഞത്. ഇൻഫെക്ഷനോ? അതിന് ഇവക്കെന്താ പ്രശ്നം? മുറിവുണ്ടെങ്കിലല്ലേ ഇൻഫെക്ഷൻ ഉണ്ടാവുള്ളൂ, പിന്നെ ഇവക്കെന്താ എന്ന് ചോദിക്കുന്നുണ്ട്. അയ്യോ, ഇൻഫെക്ഷൻ അല്ല ഉദ്ദേശിച്ചത്, എനിക്ക് അസുഖമാണല്ലോ, അപ്പം പൊടിയൊന്നും അടിച്ച് അലർജി ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെയാ ഇവിടെ ഉദ്ദേശിച്ചത് എന്ന് പറയുന്നുണ്ട്. അപ്പൊ ദേവയുടെ മനസ്സിൽ എന്തൊക്കെയോ സംശയങ്ങൾ പൊട്ടിമുളയ്ക്കുന്നുണ്ട്. നന്ദു പറയാണ്, അതെ അതെ, ഞാൻ അങ്ങനെ ഉദ്ദേശിച്ചേ. പിന്നെ അനാമികയുടെ മാപ്പ് പറയാൻ എന്നെ കിട്ടില്ല, അതുകൊണ്ട് നിങ്ങൾ ആ കാര്യം പറഞ്ഞ് ഇവിടെ വെയിറ്റ് ചെയ്യണമെന്നില്ല. അനി വിളിക്കാതിരിക്കോ അത് അവന്റെ ഇഷ്ടാ. നിങ്ങളുടെ മോനെ കൊണ്ട് ചെയ്യിക്കാൻ പറ്റുന്നതൊക്കെ നിങ്ങളും ചെയ്യുക. അവള് വന്ന് ഇവിടെ ചുമ്മാ നിൽക്കൊന്നല്ലായിരുന്നു, നിങ്ങളും കണ്ടതാണല്ലോ. എന്റെ ചേച്ചിനെ പിടിച്ച് തള്ളി നടുപിടിച്ച എന്റെ ചേച്ചി വീണത്. ഇതുവരെ പാവത്തിന് ആ വേദന മാറിയിട്ടില്ല. ഹോസ്പിറ്റലിൽ പോകാൻ ആദർശനും മുത്തശ്ശനും ഒക്കെ പറഞ്ഞതാ, എന്നിട്ടും ചേച്ചി കേട്ടില്ല എന്ന് പറയുന്നുണ്ട്. ജാനകി പറയുന്നുണ്ട്, അതിന് നീ തിരിച്ച് ശരിക്കും കൊടുത്തല്ലോ. അവളൊരു തള്ളു കൊടുത്തെങ്കിൽ നീ പിടിച്ച് തള്ളിയിട്ട് അവളെ ചവിട്ടുകയും അടിക്കുകയൊക്കെ ചെയ്തില്ലെന്ന് ചോദിക്കാണ്. നന്ദു പറയുന്നുണ്ട്, എന്റെ പഴയ സ്വഭാവത്തിലാണെങ്കിൽ അവളെ വലിച്ചു കയറി ഭിത്തി വെച്ചേനെ. ഇപ്പൊ ഞാൻ കുറച്ച് ഒതുങ്ങി നിൽക്കുന്നത് കൊണ്ടല്ലേ എന്ന് നന്ദു ചോദിക്കുന്നുണ്ട്. അങ്ങനെ ദേവയാനി ജാനകി നമുക്ക് പോവാം എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് ഇറങ്ങുന്നുണ്ട്. നയനയാണെങ്കിൽ അമ്മയെന്ന് വിളിക്കുമ്പോഴേക്കും ദേവേനെ തിരിഞ്ഞു നോക്കാണ്. ദേവേനി പറയുന്നുണ്ട്, എന്തായാലും ഞാൻ വിളിക്കാൻ നീ വരലെന്നാണല്ലോ നിന്റെ വാശി, അതുകൊണ്ട് നീ ഇവിടെ തന്നെ നിൽക്ക്. എന്ന് എനിക്ക് നിങ്ങളുടെ സ്നേഹം തോന്നുന്നു, ഞാൻ അന്ന് വിളിക്കാം എന്ന് പറഞ്ഞിട്ട് ദേവയാനി അവിടെ നിന്ന് പോവാണ്. നയന പറയുന്നുണ്ട്, എന്തൊക്കെയോ അമ്മയിലൊരു മാറ്റം എനിക്ക് കാണാൻ പറ്റുന്നുണ്ട് നന്ദു. ഇപ്പൊ അമ്മ പറഞ്ഞു കേട്ടില്ലേ, പണ്ടൊക്കെ അമ്മ ഒരിക്കലും സ്നേഹം തോന്നിക്കുന്നില്ല എന്നായിരുന്നു പറഞ്ഞിരുന്നത്. അത് മാത്രമല്ല, ജാനകി ചെറിയമ്മ അങ്ങനെയൊക്കെ പറഞ്ഞപ്പോ നിർബന്ധിച്ചൊന്നും അമ്മ പറഞ്ഞില്ല. അമ്മ പറയാൻ വന്ന കാര്യം അത് പറഞ്ഞു. അതെ, ജാനകി ചെറിയമ്മ നിർബന്ധിച്ച് തന്നെ പറയിപ്പിച്ചത്, അതെനിക്ക് ഉറപ്പായെന്ന് നയന പറയുന്നുണ്ട്. നന്ദു പറയാണ്, ശരിയാ, എനിക്കും തോന്നി, അറിയാതെ എന്റെ വായിന്ന് ഇൻഫെക്ഷൻ വന്നും പോയി. ഇനി ആ വല്യമ്മയ്ക്ക് അമ്മായിക്ക് മനസ്സിലായി കാണുമെന്ന് ചോദിക്കാണ്. നയനെ പറയാണ്, മനസ്സിലായെന്ന് കാണില്ലെന്ന് പറയുന്നുണ്ട്. വണ്ടിയിൽ പോകുന്ന വഴിക്ക് ദേവൻ ഇങ്ങനെ മനസ്സിൽ ആലോചിക്കാണ്, ശരിക്കും ആ കുട്ടിക്ക് അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? ഇനി അവളായിരിക്കോ എനിക്ക് കള്ള് നൽകിയത്? അതുകൊണ്ടാണോ അവളിപ്പോൾ ഇവിടെ റെസ്റ്റ് എടുക്കുന്നത്? അവൾ വയറ് പൊത്തിപ്പിടിച്ചാണല്ലോ നിന്നത്. ഇൻഫെക്ഷൻ ഒന്നും നന്ദു അറിയത് പറഞ്ഞു പോയി. ശരിക്കും അവൾ തന്നെ ആയിരിക്കോ എന്നൊക്കെ ദേവയാനി ആലോചിക്കുന്നുണ്ട്.